Hi guys, hope you're all doing great. Today we are going to talk about OET and its preparation. OET എക്സാം ആക്ച്വലി വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമാണ്. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെൽപ്പോ അങ്ങനെയൊന്നും വേണമെന്നില്ല. യു ക്യാൻ പ്രിപ്പയർ ഇറ്റ് അറ്റ് ഹോം. ഇപ്പോൾ നമുക്കതേപ്പറ്റി ഫുള്ളി ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ട്യൂട്ടറുടെ ഹെൽപ്പ് ഇറ്റ് വിൽ ബി ഗുഡ്. അല്ലാണ്ട് എല്ലായ്പ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്നൊന്നുമില്ല. ഐ പ്രിപ്പയർഡ് അറ്റ് ഹോം. സോ ബേസിക്കലി OET എക്സാമിന് 4 പാർട്സ് ആണുള്ളത്: ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. ഇതിൽ ലിസണിങ്ങും റീഡിങ്ങും ആണ് യൂഷ്വലി ആൾക്കാർക്ക് കുറച്ച് പാടായിട്ടുണ്ടാവുക. ഇറ്റ്സ് മോർ അബൌട്ട് ലക്ക് ഓൾസോ. അന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് എ റിമൈൻഡർ. അതായത് നമ്മൾ ഈ മാസം OET എക്സാം എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി യു വിൽ ഹാവ് ടു അപ്ലൈ ഇൻ ദ പ്രീവിയസ് മന്ത്. അതായത് അടുത്ത മാസം എടുക്കണമെങ്കിൽ ഈ മാസം അപ്ലൈ ചെയ്ത് വെക്കുക. അല്ലാണ്ട് യൂഷ്വലി നമുക്ക് ഈ മന്തിലേക്കുള്ള ഒരു മന്തിൽ യൂഷ്വലി 2 dates ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഡേറ്റ്സിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തലേ മന്ത് അപ്ലൈ ചെയ്താലേ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം. ആൻഡ് കമ്മിങ് ടു ദ എക്സാം ഡേയിൽ നമുക്ക് ചെല്ലുന്ന ഉടനെ ആദ്യം ഉണ്ടാവുക ലിസണിങ് സെഷനാണ്. അത് നമുക്ക് ഇയർഫോൺ തരും ചെക്ക് ചെയ്യാനായിട്ട്. ആൻഡ് ദേ വിൽ പ്ലേ ഓഡിയോ. ലിസണിങ് സെക്ഷന് തന്നെ പാർട്സിൽ ഫസ്റ്റ് പാർട്ട് ഈസ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അവർ പറയുന്നതിൻ്റെ കൂടെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. 15 minutes ടൈം ആയിരിക്കും ഉണ്ടാവുക. 20 ക്വസ്റ്റ്യൻസിനടുത്ത് ഉണ്ടാവും. ആ 20 ക്വസ്റ്റ്യൻസ് ശരിയായാൽ തന്നെ യു ആർ ഓൾമോസ്റ്റ് പാസ്. ലൈക്ക് ഒരു 42 ക്വസ്റ്റ്യൻസിൽ 30 എണ്ണം കറക്റ്റ് ആയാൽ യു വിൽ ഗെറ്റ് എ സ്കോർ ഓഫ് 350. ആ 350 ഉണ്ടെങ്കിൽ പാസ്സാണ്. ഓക്കെ, സോ 12 എണ്ണം തെറ്റിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അതാണ് ലിസണിങ്ങിൻ്റെ കാര്യങ്ങൾ. അതേപോലെ ലിസണിങ്ങിൽ വേറെ ഒരു നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു 5 ക്വസ്റ്റ്യൻസിന് 5 ചെറിയ പാരഗ്രാഫ്സ് ഉണ്ടാവും. അത് അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല. അതിൻ്റെ ഒരു സമ്മറി ആയിരിക്കും ഉത്തരം. ഓവറായിട്ട് ആലോചിച്ച് അത് കൊളാക്കാണ്ടിരുന്നാൽ മതി. നമുക്ക് ഫസ്റ്റ് കം മൈൻഡിൽ വരുന്നതാണ് അതിൻ്റെ ഉത്തരം എന്ന് വിചാരിച്ച് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് 2 വലിയ പാരഗ്രാഫ്സ് ഉണ്ടാവും. അത് അവർ പറയുന്ന കൂടെ അതിൽ ഒരെണ്ണം സംടൈംസ് ഒരു റിസർച്ച് പ്രസൻറ്റേഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരെണ്ണം 2 ഡോക്ടേഴ്സിൻ്റെ ടോക്കോ അല്ലെങ്കിൽ 2 നേഴ്സസിൻ്റെ ടോക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് കേട്ട് കൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനമാണത്. അതാണ് ലിസണിങ് സെഷൻ്റെ കാര്യം. അപ്പോൾ ലിസണിങ് സെഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലിങ്കിൽ ഐ വിൽ ഗീവ് ഓൾ ദ മെറ്റീരിയൽസ് ഐ ഹാവ് വിത്ത് മീ. സോ അത് വെച്ച് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. അതിലെല്ലാം ഉണ്ട്. അതിൽ ഉള്ള ഓഡിയോസ് വീട്ടിൽ വെച്ചിട്ട് ടൈംഡ് മോഡിൽ കേട്ട് നോക്കുക. ലൈക്ക് കീപ്പ് ടൈമർ ഇൻ യുവർ ഫോൺ. അത് വെച്ചിട്ട് കേൾക്കുന്ന അനുസരിച്ച് എഴുതി നോക്കുക. സോ ഒരു 5 to 6 times ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു. ലൈക്ക് എന്ത് പോർഷനാണ് ലിസൺ ചെയ്യേണ്ടത്. അതിൽ സം ഓഫ് ദ ഹാക്സ് ആർ ലൈക്ക് നമ്മൾ പലപ്പോഴും ആ പേഷ്യൻറ്റിൻ്റെ സൈഡാണ് എഴുതേണ്ടി വരിക. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണം. അത് എവിടെ വരുന്നോ അതിൻ്റെ തൊട്ട് താഴെയായിരിക്കും ആൻസർ ഉണ്ടാവുക. പിന്നെ വരുന്ന ഒരെണ്ണമാണ് റീഡിങ് സെഷൻ. റീഡിങ് സെഷനും ഇതേപോലെ തന്നെയാണ്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. അത് ഏത് പാരഗ്രാഫിൽ എന്താ വരിക അത് കറക്റ്റ് ആക്കാൻ പറ്റിയാൽ, അതിൽ 20 കറക്റ്റ് ആക്കാൻ പറ്റിയാൽ പിന്നെ ഉള്ളത് തെറ്റിയാലും നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു സെഷൻ കുറച്ച് സ്ട്രോങ് ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലായിട്ട് മതിയാവും. പിന്നെ വരുന്നത് അതാണ്. ഇപ്പം അതിലും 12 എണ്ണം തെറ്റിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. തെറ്റിക്കാണ്ടിരിക്കുക, പക്ഷെ തെറ്റിയാലും ഇറ്റ്സ് ഫൈൻ. ഒരെണ്ണം ഇപ്പോൾ ലിസണിങ് ഒക്കെ കേൾക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് പറ്റുമായിരുന്നു, ഞാൻ കേട്ടോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എഴുതുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് റിലേ പോകും. അപ്പോൾ ഇവരെ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നെന്നുള്ള കാര്യം വിട്ടുപോകും. ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് വെരി നോർമൽ. അത് പോയിക്കോട്ടെ. അതിന്ന് പിന്നെ അവർ പറയുന്ന പോർഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ തൊട്ട് എഴുതി വരിക. ബിക്കോസ് 3-4 എണ്ണം തെറ്റിയാലും സ്ട്രെസ് ആവണ്ട. അടുത്ത ഇത് കറക്റ്റ് ആക്കിയിട്ട് പോയാൽ മതിയാവും. പിന്നെ ഒരെണ്ണമാണ് സ്പീക്കിംഗ് സെഷൻ. സ്പീക്കിംഗ് സെഷൻ അത് ഒരു റോൾ പ്ലേ മോഡലാണ്. E2 ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതേപോലെ IRS ഉണ്ട്. അങ്ങനെ കുറേ ഓഡിയോസ് ഉണ്ട്. ലൈക്ക് അപ്പം യൂട്യൂബിൽ തന്നെ നമുക്ക് വെറുതെ റോൾ പ്ലേസ് അടിച്ചു കൊടുത്താൽ കുറേ റോൾ പ്ലേസ് വരും. അത് വെറുതെ കേട്ടുകൊണ്ട് നടന്നാൽ മതി. ഇപ്പം നമ്മൾ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കേട്ടുകൊണ്ട് അല്ലെ കണ്ടുകൊണ്ടൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവരെങ്ങനെയാണ് സംസാരിക്കണം എന്നുള്ളൊരു ഇത് കിട്ടും. പിന്നെ നമ്മൾ യൂഷ്വലി സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് ജസ്റ്റ് ലൈക്ക് പ്രാക്ടീസ് ദിസ് റോൾ പ്ലേ. ലൈക്ക് യു ആർ ദ ഡോക്ടർ ആൻഡ് ദേ ആർ ദ പേഷ്യൻസ്. സ്ഥിരം നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഡു യു ഹാവ് എനി പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് സിമിലർ എപ്പിസോഡ്സ് ഓർ എനി ഓഫ് യുവർ ഫാമിലി മെമ്പേഴ്സ് ഹാവിങ് സിമിലർ ഡിസീസസ് ഓർ ഹാവ് യു എവർ സഫേർഡ് ഫ്രം എനി അലർജി ടു എനി മെഡിക്കേഷൻസ്. ലൈക്ക് അങ്ങനെ നമ്മൾ നോർമൽ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ
സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇവിടെ വരും. പിന്നെ മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്കുക, ഏത് സിനാറിയോ വന്നാലും ചോദിക്കാൻ പറ്റുന്ന. ഇപ്പം എൻ്റെ ഒറിജിനൽ എക്സാമിനർ അപ്പുറത്തുണ്ടാവും, അവരൊരു ഓഡിയോ റെക്കോർഡർ ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും. അവർ ചോദിക്കുന്നു, നമ്മൾ മാക്സിമം ഒച്ചയിൽ പറയും. ഈ റെക്കോർഡറിൽ റെക്കോർഡ് ആവുന്ന അനുസരിച്ചാണ് നമ്മുടെ മാർക്ക് വരിക. പിന്നെ നമ്മൾ പറയുമ്പോൾ ഇടയ്ക്കിങ്ങനെ ആ സംഭവങ്ങൾ വരുമല്ലോ, അതൊക്കെ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്നതാണ്, വളരെ നോർമലാണ്, ഡോണ്ട് വെറി. അതൊരു 5-6 വട്ടം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത് എപ്പോഴെങ്കിലും വരുന്നെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതങ്ങ് എടുത്തിട്ട് സോ അതൊരു ഈസി ഒരു വേ ആണ്. പിന്നെ നമ്മൾ കൂടുതൽ മെഡിക്കൽ രീതിയിൽ ആലോചിച്ച് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും ഇംഗ്ലീഷാണ് ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതൊന്ന് ഓർത്താൽ മതി. ലൈക്ക് കൂടുതൽ നമ്മൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റ് ആക്കുമ്പോഴാണ് പാട് വരിക. നമ്മളിത് വളരെ നമ്മൾ വളരെ നമ്മുടെ സാധാ ഇംഗ്ലീഷൊക്കെ മതി. ഇതിൽ ആക്സെന്റ് ഒന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ സാധാ സംസാരിക്കണ ആക്സെന്റ് ഒന്നും ബ്രിട്ടീഷ് ആക്സെന്റ് ആണോ US ആക്സെന്റ് ആണോ അത് വലിയ മാറ്റർ ഒന്നുമല്ല. നമ്മൾ സംസാരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അതിൽ ഫ്ലോസ് ഒക്കെ നോർമൽ സംസാരത്തിൽ വരുന്ന ഫ്ലോസ് ഒക്കെ ഓക്കെയാണ്. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഒരു 2-3 റോൾ പ്ലേ ആരോടെങ്കിലും സംസാരിച്ച് നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ റൈറ്റിംഗ് സെഷനാണ്. ECFMGക്ക് റൈറ്റിങ്ങിന് പാസ് മാർക്ക് 300 മതി, 350 വേണമെന്നില്ല. പക്ഷെ റൈറ്റിംഗ് സെഷൻ ഈസ് ഈസി. അവരുടെ ഫോർമാറ്റ് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആവശ്യമുള്ള സാധനവും ആവശ്യമില്ലാത്ത സാധനവും തിരിച്ചറിയുക. ആവശ്യം ഉള്ളത് മാത്രം ലൈൻ ചെയ്ത് വെക്കുക. അതായത് നമുക്ക് ഇത് എക്സാം തുടങ്ങുമ്പോൾ ഒരു 10 minutes റീഡിങ് ടൈം പോലെയുണ്ട്, 5 minutes മറ്റോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ, അതായത് ഒരാൾ പനി പിടിച്ചിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വരുന്ന ഒരാളെ നമ്മൾ ഹയർ സെന്ററിൽ റെഫർ ചെയ്യുകയാണ്. ചിലപ്പോൾ നമുക്ക് തരുന്ന ഹിസ്റ്ററിക്കകത്ത് അയാൾ ജോലിക്ക് പോയ കഥയും അല്ലെങ്കിൽ അയാൾക്ക് പണ്ട് വേറെ ഹെമറോയിഡിന് ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ ഒരുപാട് ഹിസ്റ്ററിയാണ്. ഇതൊന്നും നമ്മൾ റെഫറൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതാൻ കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. സോ 200 വേർഡ്സിൽ നമ്മൾ ഷോർട്ട് ആക്കണമെങ്കിൽ ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മൈൻഡ് ചെയ്യാതെ വിടുക, വേണ്ടത് മാത്രം അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് റൈറ്റിംഗ് ടൈം തുടങ്ങുമ്പോൾ ജസ്റ്റ് ആ വേണ്ടത് മാത്രം വെച്ചിട്ട് ലെറ്റർ എഴുതുക. സോ അതായിരിക്കും ഒരു ഈസി വേ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മതി. കോമ ഇടുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, ഇടാതേ ഇരിക്കുക. ഞാൻ ഇവിടെയും മറ്റേ പഞ്ച്വേഷൻ മാർക്സ് നമ്മൾ ഇട്ട് തുടങ്ങുമ്പോഴാണ് അതിലൊരു കുറേ പ്രശ്നങ്ങൾ വരിക. അപ്പം അതൊക്കെ പാടായിട്ട് തോന്നുകയാണെങ്കിൽ പഞ്ച്വേഷൻ മാർക്സേ ആവശ്യമില്ലാണ്ട് യൂസ് ചെയ്യുക, അതായത് വേണ്ട എന്ന് വെച്ചിട്ട് അങ്ങ് എഴുതുക. പിന്നെ ഇവിടെയൊക്കെ, അതായത് നമ്മൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഇഫ് യു ആർ അഡ്രസ്സിങ് സമ്മൺ ആസ് ലൈക്ക് ഡോക്ടർ അശ്വതി മാത്യൂസ് ആണെങ്കിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഡോക്ടർ മാത്യൂസ് എന്ന് മാത്രം വെച്ചാൽ മതി. എപ്പോഴും ഫസ്റ്റ് നെയിം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഡേറ്റ്സ് എഴുതുമ്പോഴും ഓൾമോസ്റ്റ് എല്ലാ കേസിലും മന്താണ് ഫസ്റ്റ് വരിക. ലൈക്ക് ജൂൺ 29 എന്നാണെങ്കിൽ 29 ജൂൺ 29 06/29 എന്ന് വേണം വെക്കാനായിട്ട്. അങ്ങനത്തെ കുറച്ച് ലൈക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ്സ് ഫൺ. ലൈക്ക് ഈസി എക്സാം ആണ്. നമ്മൾ ഇപ്പം യൂസ്വലി സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഒക്കെ എഴുതിയിട്ട് OET വരുമ്പോൾ നല്ലൊരു ആശ്വാസമുള്ളൊരു പരീക്ഷയാണ്. അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം അല്ല. പിന്നെ അതിപ്പോൾ നേഴ്സസിൻ്റെ OETയും കമ്പാരിറ്റീവ്ലി, അതായത് ഒരുപാട് നിങ്ങൾ സ്ട്രെസ് ഔട്ട് ആയിട്ട് പഠിക്കണമെന്നില്ല. ഈ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് ഈ മെറ്റീരിയൽസ് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഒരാൾ വെറുതെ പഠിപ്പിച്ച് തന്നുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ലൈക്ക് യു പ്രാക്ടീസ് മോർ മെറ്റീരിയൽ. പിന്നെ പ്രാക്ടീസ് ടൈം ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ്. ഐ ഓൺലി ഹാഡ് 4 to 5 days ടു പ്രിപ്പയർ. ഐ ഹാഡ് സം ട്രാവൽസ് ആൻഡ് ഓൾ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഒരു 4 to 5 days മതിയാവും. ഒരുപാട് ആ 4 to 5 days ഇത് പഠിക്കാനേ ഉള്ളൂ. അല്ലാണ്ട് മന്ത്സ് ആൻഡ് മന്ത്സ് എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ മാത്രമുള്ളൊരു അങ്ങനെ ഒരു പരീക്ഷയില്ല. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ് ടു ഓൾ who are preparing. And in case of USMLE, you need OET for your ECFMG certification. OET റിസൾട്ട് വരുമ്പോൾ ആക്സസ് ഓപ്പൺ ടു ECFMG എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ആക്കുക. ECFMG will access your OET results from the site. അത് വെച്ചിട്ടാണ് സർട്ടിഫിക്കേഷൻ കിട്ടുക. സോ യു വിൽ നീഡ് ഇറ്റ് ഫോർ യുവർ സർട്ടിഫിക്കേഷൻ പ്രോസസ്. ആൻഡ് മാർക്സ് ഒന്നും മാത്സിനോ ഒന്നിനും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അല്ല. ജസ്റ്റ് പാസ് ഫോർ യുവർ സർട്ടിഫിക്കേഷൻ, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് മാർക്ക് ഒരു 400+ ഒന്നും കിട്ടിയത് കൊണ്ട് നല്ലതെന്നേ ഉള്ളൂ, അല്ലാണ്ട് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എയിം ഫോർ അറ്റ്ലീസ്റ്റ് 350+. And for writing 300 is more than enough. And pass ayal you can apply for a certification, athre ullu. So all the best guys for all who are preparing. So that's it, bye.